രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് 8ാം ദിവസത്തിലാണ്. പൂർണിയിൽ നിന്ന് അരാരിയിലേക്കാണ് ഇന്നത്തെ യാത്ര. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനം ഇന്ന് നടക്കും. മറ്റന്നാൾ മുതൽ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ യാത്രയുടെ ഭാഗമാകും. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, വലിയ ജനപങ്കാളിത്തമൊക്കെ കൊണ്ട് യാത്ര ശ്രദ്ധേയമാകുമ്പോൾ ഇന്ന് ഇന്ത്യ സഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനം കൂടി ഉണ്ടാകും. യാത്രയിലെ കാര്യങ്ങളൊപ്പം തന്നെ കൂടുതൽ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴാണ് വാർത്താ സമ്മേളനം ഉണ്ടാവുക? എങ്ങനെ പുരോഗമിക്കുന്നു യാത്ര? ജിൽസി, വലിയ ജനപിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യാത്ര ഇന്ന് 8ാം ദിവസമാണ്. പൂർണിയിൽ നിന്ന് അരാരിയിലേക്കാണ് ഇന്നത്തെ യാത്ര. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനം കൂടി ഈ റാലിക്കിടയിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റന്നാൾ മുതൽ യാത്ര കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 26 മുതൽ 2 ദിവസം പ്രിയങ്ക ഗാന്ധി ഈ യാത്രയുടെ ഭാഗമാകുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അഖിലേഷ് യാദവ്, മുഖ്യമന്ത്രിമാരായ MK സ്റ്റാലിൻ, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, രേവന്ത് റെഡ്ഡി, സുഖ്വിത് സിംഗ് സുഖു എന്നിവരും അടുത്ത ദിവസങ്ങളിൽ ഈ യാത്രയുടെ ഭാഗമാകും. മറ്റു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ ഈ യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഇപ്പോൾ യാത്രയുടെ ഭാഗമാകുന്നത്. വലിയ പിന്തുണ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സഖ്യം പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചാണ് ഓരോ പരിപാടികളും അല്ലെങ്കിൽ യാത്രയുടെ ഓരോ ഘട്ടങ്ങളും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സെപ്റ്റംബർ 1-നാണ് യാത്രയുടെ സമാപനം. പാട്നയിലായിരിക്കും സമാപന സമ്മേളനം നടക്കുക. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.